ഹായ് ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ ഇട്ടത് 100 വ്യൂവും 50 വ്യൂ ഒക്കെ ആയിട്ട് അടിച്ച് കയറി ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഒരു 20 മിനിറ്റിൻ്റെ ഒക്കെ അടുത്തോളം വരുന്നുണ്ട് ഇട്ട വീഡിയോകൾ. എന്നിട്ട് അതിന് 10-50 വ്യൂ ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം. അപ്പോൾ ഒരാൾ അത് ദൈവത്തിനെ പറ്റി പറയുന്നത് അത്ര ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ചെറുപ്പം തൊട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഹീറോ ആണ്, സൂപ്പർ ഹീറോ ആണ്. എന്താണ് സൂപ്പർ ഹീറോ? നമ്മൾ എല്ലാവരും രക്ഷിക്കുന്നവൻ. ഇപ്പം എല്ലാവരും വിചാരിച്ചാൽ എനിക്കത് പറ്റണ കേസല്ല. എന്നാലും പറ്റണവരെ രക്ഷിക്കുക. ഒരാളെ രക്ഷിക്കലായാലും അവൻ സൂപ്പർ ഹീറോ ആവും. അപ്പോൾ ഒരാളെങ്കിലും എനിക്ക് ഈശോയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ, ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ഞാനിതുണ്ടാക്കും. പക്ഷെ എനിക്ക് 10-50-100 വ്യൂ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായി. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചിലവർ പറഞ്ഞു പുതിയ വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ. തമാശ പറയുന്നതല്ല, ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പോൾ അനങ്ങണില്ല, ക്യാമറ അനങ്ങണില്ല, ട്രൈപ്പോഡെന്ന് വെച്ചേക്കണേ കൂട്ടുകാരൻ തന്നു. അവനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിനെ പറ്റിയിട്ടാണ്. എന്താണ് ബൈബിൾ, ആരെഴുതി, ഇത് എവിടെ നിന്ന് വന്നു? ഇപ്പോൾ ബൈബിളിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ വീഡിയോയിൽ. ഇപ്പോൾ ബൈബിളിനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ എന്ത് ആസ്പദമാക്കിയിട്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഈ ബൈബിൾ എന്ന് പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് ദൈവമാണോ എഴുതിയ? അല്ല. അപ്പോൾ ആരെഴുതിയ? പല ആൾക്കാർ, ശിഷ്യന്മാർ, ഇവരൊക്കെ കൂടെയാണ് ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബൈബിൾ എന്ന് പറഞ്ഞാൽ 66 പുസ്തകമുണ്ട്. 27 എണ്ണം പുതിയ നിയമവും ബാക്കി വരുന്ന 39 എണ്ണമുണ്ട് പഴയ നിയമം. ഇത് ഹീബ്രു ഭാഷയിൽ, അത് വെച്ചാൽ പണ്ടത്തെ ബൈബിളാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആർസിക്കാരുടെ ബൈബിളുകളാകുമ്പോൾ അതിൽ 73 പുസ്തകമുണ്ട്. അത് ഇപ്പോൾ എന്തെങ്കിലാവട്ടെ, പക്ഷേ സമ്മറിയാണ് ഞാൻ പറയുന്നത് ബൈബിളിൻ്റെ. എന്ന് വെച്ചാൽ 2 ഭാഗമുണ്ട്, പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമത്തിൽ ദൈവം എങ്ങനെ ഈ ഭൂമി ഉണ്ടാക്കി, ഈ ഭൂമിയിൽ എങ്ങനെ ഈ സൂര്യനെയും ചന്ദ്രനെയും വെച്ചത്, മനുഷ്യനെ ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ആദിമ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തു, അവരെ എങ്ങനെ ജീവിച്ചു, അല്ലെങ്കിൽ അവരെന്ത് ചെയ്തപ്പോൾ ദൈവം എങ്ങനെ ശിക്ഷിച്ചു, അതൊക്കെയാണ് ആദിമ കാലഘട്ടത്തിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യന്മാർ ചെയ്ത തിന്മകളും അതിനെങ്ങനെ ശിക്ഷിച്ചു അതൊക്കെ കാണിക്കാനാണ് പഴയ നിയമം ഉണ്ടാക്കിയത്. അതിനുശേഷം പുതിയ നിയമം. പഴയ നിയമത്തിൽ ഈശോനെ പറ്റി അങ്ങനെ പറയണേ ഇല്ല എന്നാണ് പറയുക. പക്ഷെ ശരിക്കും പറയുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് വായിച്ചവർക്കും ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വായിച്ചിട്ട് പറയുന്നതല്ല. നമ്മളിങ്ങനെ ഇതിങ്ങനെ തിരയുമ്പോൾ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കേട്ടിട്ട്, യൂട്യൂബിൽ നിന്നല്ല ഇൻസ്റ്റയിലൊക്കെ ഓരോന്ന് കേട്ടിട്ട് അങ്ങനെ അറിയുന്നത്. അപ്പോൾ അവർ ഇന്ന വചനം ഇന്ന ഭാഗത്താണ് ഇത് പറയുന്നത്, അതൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ബൈബിൾ എടുത്ത് നോക്കിയാൽ അത് അവിടെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് വന്ന് പറയുന്നത്. അപ്പോൾ ഈശോ എന്നുള്ളൊരു വാക്കായിട്ട് പറയുന്നില്ല, ഒരുവൻ വന്ന് രക്ഷിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ക്ലൂ പോലെയാണ് മുന്നേ പരാമർശിക്കുന്നത്. അപ്പോൾ പിന്നീട് പുതിയ നിയമത്തിൽ ഈശോനെ മാത്രമാണ് പറയുന്നത്, ഫുള്ള് ഈശോ. അപ്പോൾ ഇത് ഈ ബൈബിൾ എഴുതിയേക്കണതെന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യസ്ത. അപ്പോൾ സാധാരണ ഒരു പുസ്തകം പോലെയല്ല ഈ ബൈബിള് ഉണ്ടാക്കിയേക്കണത്. ഇപ്പോൾ ഒരു ഓതറല്ല ഇതിന് പല ആൾക്കാരായിട്ട് 66 പുസ്തകങ്ങൾ പല ഇതുകളായിട്ട് ഇത് എഴുതിയേക്കണേ. അത് എഴുതിയേക്കണേലും തന്നെ വെച്ചിട്ട് ഇതിനൊരു 1500 വർഷം പിടിച്ചു ഇത് കംപ്ലീറ്റ് ആക്കാൻ. പല ആൾക്കാർ കൂടെ 1500 വർഷം ടൈം എടുത്തിട്ടാണ് ഈ ബൈബിൾ എന്ന് പറഞ്ഞ സംഭവം എഴുതി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് എന്തോരം അർത്ഥം വരുന്ന ചിന്തിച്ചു കഴിഞ്ഞാൽ, അതാണ് ഈ ബൈബിളിനെ ദൈവത്തിൻ്റെ വാക്കുകളെന്ന് ആക്കണം. ആ ഒരു പദം ഇതിന് കൊടുക്കുന്നത്. എങ്ങനെയാണിത് ദൈവത്തിൻ്റെ വാക്കുകളെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1500 വർഷം പിടിച്ച് 3 ഡിഫറെൻറ്റ് ഭാഷയിൽ
66 പുസ്തകത്തിൽ എഴുതിയ ഈ സാധനം എങ്ങനെ ഇത്ര കണക്റ്റ് ആവണമെന്ന് ചോദിച്ചാൽ അതാണ് അത്ഭുതം. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഇപ്പോൾ പല പല പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വേറെ മതത്തിന് കളിയാക്കല്ലേ, ഖുറാൻ എടുത്തു, അതുപോലെ തന്നെ ഭഗവത്ഗീത, എന്തിട്ട് സാധനങ്ങളായാലും ഏത് പുസ്തകങ്ങളും നോക്കി ക്രോസ് റെഫറൻസ് എന്ന് പറയും. ഒരു സ്ഥലത്ത് പറഞ്ഞത് വേറൊരു സ്ഥലത്ത് പോയി കണക്റ്റ് ആവാം, അങ്ങനത്തെ. ഇപ്പം ഞാനിപ്പോൾ ഓരോന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കണക്റ്റായി പോണ കാര്യങ്ങളല്ല, അതുപോലെ ഈ കണക്റ്റ് ആവണ ഒരു സംഭവം ഈ ബൈബിളുണ്ട്. അപ്പോൾ ഈ ബൈബിളിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴവില്ല് പോലെ എന്ന് പറയാം. മഴവില്ലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരകൾ. അപ്പോൾ ബാക്കി ഉള്ള പുസ്തകങ്ങളിൽ നോക്കുമ്പോൾ അതൊക്കെ വളരെ കുറച്ച് ക്രോസ് റെഫറൻസ്. ബൈബിളിന് അത്ര പെരുത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ തന്നെ അത് എഴുതിയേക്കണത് ഒരു മനുഷ്യനെ കൊണ്ട് അത് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ പ്രൂഫുകളായിട്ട് വെച്ചേക്കാണ് മനുഷ്യന്മാർ. ഇങ്ങനെ ദൈവത്തിൻ്റെ വാക്കുകളാണ് പ്രൂഫുകളായിട്ട് വെച്ചേക്കാം. എന്നിട്ടും മനുഷ്യർ വിശ്വസിക്കുന്നില്ല, അതൊരു പ്രൂഫ്. പിന്നെ പോവുകയാണെങ്കിൽ തന്നെ പിന്നീട് നമ്മൾ ബൈബിളിലേക്ക് നോക്കി വരുമ്പോൾ ഈശോനെ പറ്റി പറയുന്നത് പറഞ്ഞാൽ കാലചക്രത്തിനെ AD എന്നും BC എന്നും ഇങ്ങനെ തിരിക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണ് ഈശോ. അതെല്ലാവർക്കും അറിയാം. ഇപ്പോഴായാലും നമ്മൾ പറയും AD എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാലചക്രത്തിന് പറയാം. 6000 വർഷമായിട്ടുള്ള ഈ ഭൂമി ഉണ്ടാക്കിയിട്ട് ഈ ഗവേഷണകർ ഈ നാസ അവർ കുറേ മില്യൺ ഇത് ബിഗ് ബാങ്ങിൽ നിന്നുണ്ട്. അതൊക്കെ കള്ളത്തരാണ്. ഭൂമി ഉരുണ്ടിട്ട് അല്ല, ഭൂമി ഫ്ലാറ്റ്. ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ തോന്നും നിർത്തി പോവാൻ പൊട്ടൻ അല്ല. അങ്ങനെയൊക്കെ സത്യങ്ങളുണ്ട്, പല സത്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് പിശാശ് ഭരിക്കുന്ന ലോകമാണ്. ഇപ്പം നിങ്ങളുടെ മൈൻഡിനൊക്കെ പിശാശ് ഇങ്ങനെ വേറെ എന്തൊക്കെയോ ഒരു ചെയ്യിപ്പിച്ചു. നിങ്ങളുടെ അടുത്ത് പറയണതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, അങ്ങനെ പോകണം. ഇന്ന ജോലി ചെയ്ത് ഇത് കിട്ടും. അത് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പൈസ വെച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം നഷ്ടപ്പെടും. അപ്പോൾ അതാണ് പ്രശ്നം. സ്നേഹമാണ് ദൈവം. ഇപ്പോൾ സ്നേഹം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ദൈവം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവുക. അപ്പോൾ ഇത് വായിക്കണതിൽ ഒരു അർത്ഥം ഉണ്ടാവും. ഇപ്പോൾ തെറ്റായ വ്യാഖ്യാനം നല്ലത് കൊടുക്കരുതെന്ന് പറയും. അപ്പോൾ എന്താണ് ഈ തെറ്റായ വ്യാഖ്യാനം? അപ്പോൾ അപ്പോൾ നമ്മളറിയണതാണ് നമ്മുടെ റിയാലിറ്റി. ഇപ്പോൾ എനിക്കറിയുന്നതാണ് ഞാൻ പറയാൻ പറ്റുക. പക്ഷേ ഞാൻ ഈ ബൈബിളിനെ ഇങ്ങോട്ട് പറയണം എന്ന് ഉദ്ദേശിച്ചു ഞാനത് ഫുള്ള് വായിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ട്. പക്ഷേ എനിക്ക് എങ്ങനെ അത് പറയാൻ പറ്റുള്ളൂ? കാരണം നമ്മൾ സ്നേഹം അറിയുമ്പോൾ നമുക്കിതൊക്കെ കണക്റ്റ് ആവും. ഇത് നമ്മുടെ ദൈവം ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ലോകത്തിന് ഫുള്ളും ആ ഒരു ദൈവത്തിൻ്റെ ഒരു കണ്ണുകൾ കൊണ്ടുകൊണ്ട് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊരു തേർഡ് ഐ ഓപ്പണിങ് പോലെയാണ്. അപ്പോൾ ആ ഒരു സിദ്ധി അല്ലെങ്കിൽ ഈ ഒരു ദൈവം നമ്മുടെ ഉള്ളിൽ വന്നു, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റി തുടങ്ങിയ പിന്നെ പിശാചിനെ നമുക്കൊരു ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ്റെ പോലെ തോന്നും. ഒരു ബുദ്ധിയില്ലാത്ത ഒരു നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മളെക്കാട്ടും വിവരമില്ല ഈ പിശാചിന്. അത്ര തന്നെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ദൈവം ഈ ഭൂമി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ദൈവത്തിന് എല്ലാം അറിയാം. ഇനി വരാൻ പോണ സംഭവങ്ങൾ, നടക്കാൻ പോണതൊക്കെ ദൈവത്തിന് അറിയാം. അതൊക്കെ ആള് പറയുന്നുണ്ട്, ഈ ബൈബിളിലും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാന സമയങ്ങളിലാവുമ്പോൾ ഇങ്ങനെ നദി ഒഴുകും, അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊക്കെ മനുഷ്യന്മാരിൽ നിന്ന് ഇങ്ങനെ മറച്ചു വയ്ക്കുക. പക്ഷെ കുറേയൊക്കെ എത്രയൊക്കെ മറച്ചാലും എല്ലാ സത്യം പുറത്തു വരും. അങ്ങനത്തെ ഒരു തിയറി ഈ പിശാചിനും അറിയാം. അങ്ങനെയാണ് ഈ ഭൂമി ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇപ്പോൾ ഈ സയൻസ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വർക്കിംഗ് രീതിയാണ്. ഇപ്പോൾ ദൈവം ഈ ഭൂമി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു രീതിയിലായിരിക്കില്ല വർക്ക് ചെയ്യുക. അത് ഇങ്ങനെ ഓർബിറ്റുമ്പോൾ കിടന്ന് കറങ്ങണോ അങ്ങനത്തെ സംഭവമല്ല. ഈ ഭൂമിയിൽ ഈ ചന്ദ്രൻ എങ്ങനെ കറങ്ങുന്നു, സൂര്യൻ എങ്ങനെ പോകുന്നു, അതുപോലെ തന്നെ ഈ നാളികേരത്തിൻ്റെ ഉള്ളിൽ വെള്ളം എങ്ങനെ വന്നു അറിയാനോ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് സൈലം ഫ്ലോയും അതുകൂടൊക്കെയാണ് ഇത് കയറി വന്ന് വൃക്ഷത്തിൻ്റെ ഉള്ളിൽ അവിടേക്ക് എത്തുന്നു, ഇവിടേക്ക് എത്തുന്നു. ഇതെങ്ങനെ അങ്ങോട്ടെത്തുന്നു? അതൊരു നമ്മളിങ്ങനെ പഠിച്ചു പോകണം. അതല്ലെങ്കിൽ ഇന്ന ഒരു സാധനവും ഒരു കെമിക്കലും ഇന്നൊരു കെമിക്കലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പൊട്ടി തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവും. അത് ഒക്കെ അതങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണമെന്നാണ്. അത് ദൈവത്തിൽ ഉണ്ടാക്കി ഈ ഭൂമിയുടെ വർക്കിംഗ് അങ്ങനെയാണ്. അത് ഇങ്ങനെ തന്നെ അത് തന്നെ ഈ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ട് ദൈവമില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു അർത്ഥമില്ല. അതാണ് ഈ സയൻസ്. അത് നമ്മുടെ ഈ ബുദ്ധീനെ നിങ്ങളെ
ഇങ്ങനെ അങ്ങനെയാണ് ഈ പിശാച് നമ്മൾ ഇതാക്കണം. ബുദ്ധിനെ ലൈക്ക് ദൈവമല്ല, ഇങ്ങനെയാണ് ഇതൊന്ന് അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവമല്ല കാരണം. ഈ രണ്ട് കെമിക്കൽ മിക്സായി ഇങ്ങനെയാവും. അതുകൊണ്ടാണ്. അല്ല ദൈവത്തിൻ്റെ ഈ ഉണ്ടാക്കിയ ഈ ഭൂമിയുടെ ഒരു വർക്കിംഗ് അങ്ങനെയാണ്. അപ്പോൾ ആളിവിടെ ഉണ്ട്, ആളെല്ലാം കാണുന്നുണ്ട്. അത് നമ്മൾ കൂടുതൽ ബൈബിൾ അറിയാൻ തുടങ്ങിയാൽ കൂടുതൽ ദൈവത്തിനെ ആദ്യം ഉള്ളിൽ വിശ്വസിക്കുക, അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ എന്നിട്ട് ആളുടെ രീതിയിൽ ആൾ പറയുന്ന പോലെ നമ്മൾ ജീവിച്ചു തുടങ്ങിയപ്പോൾ അതൊക്കെ നമുക്ക് ആളെ കാണാൻ പറ്റും. അപ്പോൾ പിശാചിനൊന്നും ഒരു ശക്തിയില്ല. പക്ഷേ ഏറ്റവും വിഷമം ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആരും ആരുടെ അടുത്തും പറയില്ല. അത് നാണക്കേട് പോലെ. പക്ഷെ നാലാളുടെ അടുത്ത് പറയാൻ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ്. അതാണ് പിശാച്. പിശാച് പാപങ്ങൾ നോർമലാക്കും. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, പിശാച് പാപങ്ങളെ വളരെ നോർമലായിട്ട് തോന്നിപ്പിക്കും നമ്മളെ. ലൈക്ക് ഈ ഒരു ഹോൾ വേൾഡിനെ ആൾക്കാരിങ്ങനെ ഒരു ഹിപ്നോട്ടൈസ് ചെയ്ത് വെച്ചേക്കണ പോലെ പിശാച്. അത് നമ്മളെല്ലാവരും എന്തൊക്കെയോ ഒരു അർത്ഥമില്ലാണ്ട് ജീവിക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് മരങ്ങളും കിളികളും മൃഗങ്ങളും അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജീവനുണ്ട്. അവരൊക്കെ മേലെ നമ്മൾക്ക് ആധിപത്യം ഉണ്ട്. അതൊക്കെയാണ് ബൈബിളിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് പറയുന്നത്. നമുക്കൊക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഇതിനെ ചെയ്യാനൊക്കത്തിനും ശക്തിയുണ്ട്. പക്ഷെ നമുക്കത് പറ്റണില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഒരു ലക്ഷ്യമില്ല. നമ്മുടെ ലക്ഷ്യം പൈസ ഉണ്ടാക്കലാന്ന് ഇവർ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ലോകത്ത് ഈ പിശാച് വന്ന് വാഴണം. അതാണ് പിശാച് ഭരിക്കുന്ന ലോകം എന്ന് പറയുന്നത്. ഇതൊക്കെ ദൈവത്തിന് അറിയാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്തത്? അപ്പോൾ പണ്ടേ ഈ പിശാചിനെ ഉണ്ടാക്കിയ ടൈമിൽ ദൈവത്തിന് അറിയാം ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം അതെന്താ അപ്പം തന്നെ നശിപ്പിക്കാണ്ടിരുന്നത്? അതിനൊരു കാരണമുണ്ട്. അതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നത്. എന്നിട്ടും ദൈവം നമ്മൾക്ക് ഒരു ജീവിതം, ഒരു ഭാഗ്യം എന്ന് പറയാം. ലൈഫ് എന്ന് പറഞ്ഞൊരു ഭാഗ്യം. നമുക്ക് ജീവിതം കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം കിട്ടി, അത് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു തീർക്കണം. അതൊരു ഭാഗ്യം എന്ന് പറയും. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പോൾ അത് എങ്ങനെ ഒരു ഗിഫ്റ്റ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നമ്മളെ തന്ന ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഈ ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ദൈവമായ കർത്താവിന് ഈശോന് ഇവരൊക്കെ മഹത്വപ്പെടുത്തി വേണം ജീവിക്കാൻ. അപ്പോൾ അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? കാരണം ദൈവം ഉദ്ദേശിക്കണത് ഇത്ര നാളുണ്ടായിട്ട് ഇവിടെ നേരിട്ട് വന്നൊരു അത്ഭുതം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മളെ കാണാൻ നമ്മുടെ മുന്നിൽ വരുന്നതൊന്നും ചെയ്യും. ജസ്റ്റ് ആളുടെ വാക്കുകളുണ്ട്. ഇന്ന് ദൈവം ഈശോന്റെ ഫോമായിട്ട് വന്നു. മനുഷ്യൻ തന്നെയാണ്. ഈശോ ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ ദൈവം ഈശോയും ദൈവം ഒന്നെന്ന് പറയാം. അപ്പോൾ ദൈവം ഈശോനെ അങ്ങോട്ട് സ്വന്തം പുത്രനെ അങ്ങോട്ട് വിടാം. അപ്പോൾ അങ്ങോട്ട് വിട്ടിട്ട് ഈ ജീവിച്ച കാലയളവിൽ സാധാ ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ഇത്ര പെരുത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ അതെങ്ങനെ സാധിച്ചു? സാധാ ഒരു മനുഷ്യനത് പറ്റി. എങ്ങനെ? ദൈവം ഉള്ളിലുണ്ട്. ഈ കാക്കേനെ കാക്ക വന്നു വരി ശല്യം, അതിനെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ചു വരും. ഇതിന് പിശാചി ഇങ്ങനെയാണ് വന്ന് ശല്യപ്പെടുത്താം. കല്ലെറിഞ്ഞു പിശാചുകാരനല്ലാട്ടോ. അത് അവറ്റങ്ങൾക്ക് വിശന്നിട്ട് വരണ്ട. അതെന്തോ തിന്നാൻ വേണ്ടിയിട്ട് മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി കോഴിക്കോടിൽ വെട്ടി അത് തിന്നാൻ വരുന്നത് അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമുക്ക് തിരിച്ചിരിക്കാം. അപ്പം ദൈവത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ദൈവം എന്തിന് ഈശോനെ ഉണ്ടാക്കി? അതൊക്കെ വളരെ രസകരമായിട്ടാണ് നമ്മൾ ബൈബിൾ മനസ്സിലാക്കിയെടുത്തതൊക്കെ വളരെ തെറ്റ് രീതി. നമ്മൾ വെറുതെ ഒരു കഥ പോലെ കേട്ടു. അല്ല, അതിനൊക്കെ ഒരു രസമായിട്ടാണ് ഇത്. ഇങ്ങനെ നമ്മളത് ചിന്തിക്കാൻ നിന്നിട്ടില്ല. ഇത് രസമായിട്ടാണ് അത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ അത് മനസ്സിലാക്കാൻ തുടങ്ങി കൂടുതൽ ദൈവത്തിലോട്ട് വരും. അപ്പോൾ അതിൻ്റെ രസങ്ങളെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം എന്തുകൊണ്ട് ദൈവം ഇത്ര നാള് ഭൂമി ഇപ്പോൾ 6000 വർഷമാണ് കാലയളവുള്ളൂ. അതിൽ 4000 ആദ്യത്തെ 2000 വർഷം ഹവ്വ തൊട്ട് അബ്രഹാം വരെ 2000 വർഷം. അബ്രഹാം വളരെ നല്ല മനുഷ്യനാണ്. ദൈവത്തിനെ പ്രീതിപ്പെടുത്തി ദൈവത്തിനനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് 2000 വർഷം കഴിഞ്ഞിട്ടാണ് ഈശോന് ജനിപ്പിക്കുന്നത്. ഈശോന് അപ്പോൾ ആദ്യം തൊട്ട് ഈശോ വരെയാണെങ്കിൽ 4000 വർഷം. 4000 വർഷം ആകുമ്പോൾ ഈശോ വന്നു. അതെന്തിനു ഈശോനെ കൊടുത്തു? കാരണം ദൈവത്തിന് മനസ്സിലായി പിശാച് ഇവിടെ എന്ന് വെച്ചാൽ ഹവ്വേരുടെ അടുത്ത് ആപ്പിൾ തിന്നോന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഈ പിശാച് ഇതിനെ ഇതാക്കുന്നുണ്ട്.
അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് തൊട്ട് ഈ ഭൂമിയിൽ പിശാചുണ്ട്. അന്ന് തൊട്ട് മനുഷ്യന്മാരുടെ ബ്രെയിനിന് ഈ പിശാച് ഇങ്ങനെ അലട്ടി ഒരു പാപത്തിലോട്ട് ഇങ്ങനെ കൊണ്ടുപോവാ. അപ്പം ദൈവത്തിനെ കാണുന്നില്ല ഈ മനുഷ്യർ. അപ്പോൾ ദൈവത്തിന് ഭ്രാന്ത് പിടിക്കും, കുറേ രീതിയിൽ ഇതൊക്കെ ചെയ്യും. ലാസ്റ്റ് 4000 വർഷം കഴിയുമ്പോൾ ദൈവം വിചാരിക്കും, എന്തിട്ടെങ്കിലും ആവട്ടെ, എന്നാൽ ഞാൻ എൻ്റെ മോനെ അങ്ങോട്ട് വിടാം, ആളെങ്കിലും കണ്ട് നിങ്ങൾ വിശ്വസിക്കും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈശോനെ ഇങ്ങോട്ട് വിടണം. ഈശോനെ ഇങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എല്ലാവരും എന്നിട്ടാ പാപങ്ങൾ വീണ്ടും തുടങ്ങും. ഇപ്പോഴത്തെ കാലഘട്ടം ഈശോനെ ഇവിടേക്ക് വിട്ടു. ഈശോൻ്റെ വരവ് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. അത്ര ഈ 4000 വർഷം മനുഷ്യന്മാർ ജീവൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും കൂടെ കൂടിയിട്ട് ആണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക. പക്ഷെ ഈശോയുടെ കാര്യത്തിൽ അങ്ങനെയില്ല. ദൈവം ഡയറക്റ്റായിട്ട് വന്ന് മാതാവിന് ഗർഭം ധരിപ്പിച്ച് ഒരു പുത്രനെ പ്രസവിപ്പിക്കുക. അപ്പോൾ അതൊരു അത്ഭുതം. അത് അത്ര നാൾ നടക്കാത്തൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് മുൻകൂട്ടി പറയാനുണ്ട്, മാതാവിൻ്റെ അടുത്ത് മുന്നേ വന്ന് പറയുന്നുണ്ട്. അപ്പോഴൊന്നും ജോസഫ് മാതാവിൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതിന് മുന്നേ പറഞ്ഞ് ഈശോനെ ഇങ്ങനെ ഗർഭം ധരിപ്പിക്കുക. അപ്പോൾ അതൊക്കെ ഒരു അത്ഭുതം. എന്തിന് ദൈവം അങ്ങനെ ചോദിച്ചാൽ അതൊക്കെ ഒരു അത്ഭുതമാണ്. അത് അന്ന് കണ്ടു വിശ്വസിച്ച ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ കാലചക്രത്തിനെ AD-യും BC എന്നും പറഞ്ഞ് വേർതിരിച്ചേക്കണത്. അപ്പം അതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അതിനാണ് ഈ പ്രൂഫ്. അത് നമുക്ക് എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പോട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതത്തിലൂടെ ഈശോ ജനിച്ച് പിന്നെ ജീവിച്ച് കാണിക്കുകയാണ് എങ്ങനെ ജീവിക്കണം എന്ന്. ഇത്ര നാള് ഈ ഭൂമി ഉണ്ടാക്കിയിട്ടിട്ട് ഈ മനുഷ്യന്മാർക്ക് ദൈവം എങ്ങനെ ജീവിക്കണം എന്ന് അറിയില്ല. കാരണം പിശാച് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം സ്വന്തം മോനെ ഇങ്ങോട്ട് വിട്ടിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുക. അത് കണ്ടിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈശോനെ ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ ജീവിച്ചപ്പോൾ എന്ത് ചെയ്തു, ആ അത് രസകരമായി ബൈബിളിൽ എഴുതി എങ്ങനെ ഈശോൻ്റെ ജീവിതവും രീതികളും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ രസങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഓരോ ദൈവങ്ങളെ, ഇപ്പോൾ മോശേനെ വിട്ടിട്ട് ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ഇവരെ കൊണ്ടുപോകാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ആ കൊണ്ടുപോകണ നേരത്തെ ദൈവമാണ് മോശേനെ നയിക്കുന്നത്. അപ്പോൾ മോശ പല അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഈശോ ചെയ്ത പോലെ തന്നെ മോശ വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതൊക്കെ വളരെ രസകരമാണ്. അതിപ്പോൾ 10 പേമാരികൾ അങ്ങോട്ട് വിടും. ആ 10 പേമാരികൾ അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ പഠിപ്പിച്ചോളൂ. പക്ഷെ ശരിക്കും ആ 10 പേമാരികൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ ദൈവങ്ങളെ ആ ടൈമിൽ ജീവിച്ചിരുന്ന ഓരോ ദൈവങ്ങളെ കളിയാക്കിക്കൊണ്ടാണ് ഈ പേമാരികളൊക്കെ ദൈവം അങ്ങോട്ട് അയക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ രസകരമായ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ വായിച്ച് പിടിച്ചെറിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷെ അത്രേ ഇതിലേക്ക് നിങ്ങളെല്ലാവരും പോവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എങ്ങനെ ഞാൻ മനസ്സിലാക്കി, അത് ഞാനിങ്ങനെ ഓരോ ദൈവത്തിൻ്റെ റീലുകളും അതുപോലത്തെ ഓരോ ഭൂമിയെ കുറിച്ചുള്ള റിയൽ ഹിസ്റ്ററികളും പഠിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ നമ്മൾ ചുഴലിയേറിയാത്ത രഹസ്യം ആ സംഭവം കാണും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നീട് അത് പതിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് മാറി. ഇപ്പം എല്ലാവർക്കും പെണ്ണുങ്ങളെ കണ്ടാൽ മതി. ആണുങ്ങൾ ഇനി ഏതെങ്കിലും റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ ജീവിത രീതി അത് കണ്ടിരിക്കും. അല്ലാണ്ട് സ്വന്തമായിട്ട് അത് അനുഭവിക്കാൻ നമുക്ക് യോഗയില്ല. ഈ ഫോണിലൂടെ നമ്മൾ അത് അനുഭവിക്കുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മളെങ്ങനെ ഈ ജീവിച്ച് പോകണം, എന്തിനിങ്ങനെ ജീവിച്ചു പോകണം, ഒരു അർത്ഥമില്ല. അത് നിങ്ങൾ ചിന്തിക്കുക. അത് എന്തിനും ഇങ്ങനെ വെറുതെ ജീവിച്ചു മരിച്ചു പോയി ഒരു കാര്യമില്ല. പക്ഷെ എന്തിനുണ്ടാക്കി? ഈ ഭൂമി ഇത്ര പെർഫെക്ഷനിൽ ഇങ്ങനെ ഉണ്ടാക്കി കിടക്കണുണ്ടെങ്കിൽ ആരും ഇത് ഉണ്ടാക്കി, എന്തിനുണ്ടാക്കി? അപ്പോൾ അതിനൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇത് ബൈബിളിൽ ഇങ്ങനെ ഈശോ ജീവിച്ച് മരിച്ച് അത് കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഈശോ ജീവിച്ചു. ഈശോനെ അപ്പോൾ ഇവർ കൊല്ലാം. എന്തുകൊണ്ട്? ഈശോ വന്നിട്ട് ദൈവത്തിനെ കുറിച്ച് ആണ് ഇവിടെ വന്ന് പറയണേ. അപ്പോൾ പിശാചിനാണെങ്കിൽ സഹിക്കണില്ല. അപ്പോൾ പിശാച് ഇങ്ങനെ മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കും. അതാണ് ദൈവത്തിൻ്റെ അടുത്തും പറഞ്ഞത്. ഞാൻ ഈ മനുഷ്യന്മാരൊക്കെ ഉണ്ടാക്കി ഇട്ടപ്പോൾ പിശാച് പറഞ്ഞു, പിശാചിനറിയാം ദൈവത്തിന് തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നിൻ്റെ ഈ ക്രിയേഷനെ, ആളെ സ്വന്തം ചായ സാദൃശ്യത്തിൽ ഉണ്ടാക്കി ഈ ക്രിയേഷനെ ഞാനിങ്ങനെ പാപങ്ങളൊക്കെ ചെയ്ത് നശിപ്പിച്ചിങ്ങനെ കളയെന്ന് പറഞ്ഞാൽ
ദൈവത്തിന് അതറിയാം. ദൈവം അത് എല്ലാം കണ്ടിട്ട് തന്നെയാ പറയണേ, ഓക്കെ നീ എന്തിട്ടാണെങ്കിൽ ആക്കിക്കോ. അപ്പോൾ അതെന്തിനാ അങ്ങനെ ചെയ്തു? അപ്പോൾ കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തും ദൈവത്തിന്. ഇതെന്താ ദൈവം എന്നെ ഇങ്ങനെ എനിക്ക് കഷ്ടത അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യില്ല, എല്ലാവരും ഡയറക്റ്റ് സ്വർഗത്തിൽ കൊണ്ടു. അല്ല, അങ്ങനെയല്ല. ദൈവം അത് അങ്ങനെ ചെയ്തു വെക്കുന്നതിനൊരു കാരണമുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനാണ് ഒരു രസം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരു രസം. അപ്പം എന്തിനത് അങ്ങനെ ആക്കി വെച്ചു? കാരണം വെച്ചാൽ ദൈവം ഉദ്ദേശിച്ചത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പോൾ പിശാച് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പാപത്തിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ദൈവമില്ല എന്നുള്ള ചിന്താഗതി എത്തിച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് പാപത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ ലൈക്ക് ദൈവം അവിടെ ഉണ്ട്, അവിടെയാണ് നമ്മുടെ രക്ഷ. അവിടെ എത്താനാണ് നമ്മളെ ഈ ഭൂമി ഉണ്ടാക്കിയിട്ടേക്കണം. അപ്പോൾ അവിടേക്ക് എത്തണം. അവിടെ എത്തണതിന് മുന്നേ പിശാച് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം നമ്മൾ ദൈവം ഉണ്ടെന്ന് കണ്ടാലാണ് നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ പിശാചിൻ്റെ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ വിഷയം അങ്ങോട്ട് നീക്കി വേറെ സ്ഥലത്തേക്ക് സുഖങ്ങളിലോട്ട് തിരിച്ചു വെച്ചു. അപ്പോൾ സുഖങ്ങളിൽ തേടി നമ്മൾ പോകുമ്പോൾ നമ്മൾ ദൈവത്തിനെ മറക്കാം. അപ്പോൾ ചിലവർ ദൈവത്തിനെ കാണും. ആ ദൈവത്തിനെ കണ്ട് അങ്ങോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അവരത്ര നാളെ അനുഭവിച്ച സുഖങ്ങൾ അല്ലെങ്കിൽ പിശാച് അവരെ വന്ന് ഫൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ പറയും. അത് നമുക്ക് അങ്ങനെ തോന്നും. അല്ലെങ്കിൽ പിന്നെ പല മനുഷ്യരുടെ ജീവിതത്തിൽ തോന്നും, എന്തിട്ടാ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല, അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ പറയരുത്. എല്ലാവർക്കും യോഗ്യത ഉണ്ട്, എല്ലാവരും പാപികൾ, അതൊക്കെ ദൈവത്തിനാണ്. പക്ഷെ ദൈവം ഉദ്ദേശിക്കണം, ഇതാണ് ഏറ്റവും രസമുള്ള ഭാഗം. ദൈവം ഉദ്ദേശിച്ചേക്കണത് എന്തിട്ടാന്ന് വെച്ചാൽ, ദൈവം ഈ പിശാചിനെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിന് അറിയാം ഇതിങ്ങനെ വരുമോ. അപ്പോഴും ദൈവം അവിടെ ഇരുന്നിട്ട് പിശാച് എങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പിശാചിന് ശക്തി കൊടുത്ത് വളരെ ഇഷ്ടമായിരുന്നു ഈ പിശാചിനെ. എന്ന് വെച്ചാൽ ലൂസിഫർ മാലാഖയായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് ശക്തി കൊടുത്ത് ഒരു ദിവസം ഇതിന് തോന്നി ദൈവത്തിൻ്റെ അത്രയ്ക്കും പവർ എത്തിയ പോലെ. അപ്പോൾ ദൈവത്തിന് അങ്ങോട്ട് ദേഷ്യം വരാം. അങ്ങനെയാണ് ശപിച്ചിട്ട് ഈ പിശാച് ഉണ്ടാവണം. അപ്പോൾ പിന്നെ ഈ ദൈവത്തിനോട് ഈ പിശാചിന് വളരെ കോപവും അതുണ്ടാക്കിയ ദൈവം ഉണ്ടാക്കിയ എല്ലാ ഇവരോടും ദേഷ്യവും അതൊക്കെയാണ്. അപ്പോൾ അതാകെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വേറെ, അതൊക്കെ കുറേ നമ്മളറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ ഞാനായിട്ട് ചിന്തിച്ചെത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് ലൈക്ക് നമ്മൾ ദൈവത്തിന് ഇത്രയും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഉത്തരങ്ങളും ദൈവം തന്നെ തരും. അപ്പോൾ ഈ ചെകുത്താന്ന് പറഞ്ഞ ആൾക്ക് ഒരു ബുദ്ധിയില്ല. അപ്പോൾ ഈ ദൈവം ഈ ഭൂമി ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ട് ഇതിങ്ങനെ എന്തിന് വെറുതെ മനുഷ്യനെ അവരുടെ ഫ്രീഡത്തിൽ വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് അറിയണം ഈ പിശാചിനെ ഇങ്ങനെ കാട്ടി കൊടുക്കണം, ഈ കളിയാക്കണം പിശാചിനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ആക്കിക്കോ, പക്ഷെ എന്നെ എന്നിട്ടും എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിലുണ്ടാവും. അവരെ ദൈവം കൂടി കൊണ്ടുവരും, ആളുടെ കൂടെ കൂട്ടും, സ്വർഗത്തിലേക്ക് കൂട്ടും. അതുപോലെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യമുള്ളവരാവണം നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതീ പറയുന്നത്. ദൈവത്തിന് മനസ്സിലാക്കണം അവിടെ പോകാനുള്ളൊരിത് വേണം. അപ്പോൾ നമ്മളെ ഈ ഭൂമിയിൽ പല നുണകളും കള്ളങ്ങളും പാപങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ അലട്ടും പിശാച്. പക്ഷെ അതിലൊന്നും നമ്മൾ വീഴരുത്. ദൈവമുണ്ട്, ആൾ നമ്മളെ രക്ഷിക്കും. ആളൊന്ന് വിശ്വസിച്ചാൽ മതി. ആളെ വിശ്വസിച്ചാൽ തന്നെ, അല്ലെങ്കിൽ നല്ല ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ. അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. പരസ്പര സ്നേഹമില്ലായ്മയാണ് നമ്മളെ ഈ പിശാച് ജീവിക്കുന്നത്. ഈ സ്നേഹമില്ലാത്തവരുടെ ഉള്ളിൽ പിശാചിരിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഒരാളെ വെറുതെ മനസ്സിലാക്കല്ല. അവരെ ഉള്ളിൽ ഇങ്ങനെ പിശാചുണ്ടോയെന്ന് നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ജന്തു അല്ല, അവനെ കുറ്റപ്പെടുത്തല്ല, അവൻ്റെ ഉള്ളിലുള്ള പിശാചിനെ കുറ്റപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും നമുക്ക് ഇത്തിരി കൂടെ അവനങ്ങനെ പിശാച് അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ നമ്മൾ അവരെ പാവമായിട്ട് ചിന്തിക്കണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും കാണാൻ തുടങ്ങിയ ലൈക്ക് എന്നിട്ട് നമ്മൾ സ്നേഹത്തിൽ പെരുമാറാൻ തുടങ്ങിയ ലൈക്ക് നമ്മുടെ കൂടെയുള്ളവരും അങ്ങനെ മാറും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരാളെ അവഗണിക്കില്ല. നമ്മൾ വരുന്നവരെ നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈശോനെ പറഞ്ഞു കൊടുക്കുക. അത് ചിലപ്പോൾ ചിലവർക്ക് പാടാണെങ്കിൽ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളില്ലെങ്കിൽ തന്നെ നല്ലവരായി ജീവിക്കാൻ നോക്കാം. നല്ലവരായി ജീവിച്ചാൽ തന്നെ നമ്മൾക്കൊരു പിന്നൊരു ലൈക്ക് തന്നെ ദൈവത്തിനോടുള്ളൊരു ചെറിയൊരു വിശ്വാസം വരും. എന്നിട്ട് നമ്മൾ ഈശോനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് ഞാൻ ആദ്യമേ ഇപ്പോൾ വന്ന് ഈശോനെ മാത്രം എനിക്ക് പറഞ്ഞുകൊണ്ട് ഒരാൾ കേൾക്കില്ല. ആദ്യം ലോകം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഒരു മെട്രിക്സ് അതെന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞ സംഭവമാണ് ഈ പിശാചിൻ്റെ രീതി, മനുഷ്യന്മാരെ പാപത്തിലോട്ട് കൊണ്ടുപോകുന്ന രീതി. അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതൊക്കെ ലൈക്ക് ഇപ്പോൾ ഒരു 100-ലൊരു
10% ആൾക്കെങ്കിലും റിയൽ ട്രൂത്ത് അറിഞ്ഞിട്ടുണ്ടാവും. ബാക്കി 90 ആൾക്കാർ പൊട്ടന്മാരെ പോലെ പിശാചിൻ്റെ കള്ളത്തരം വിശ്വസിച്ച് ജീവിക്കുക. നമ്മളൊന്നും അറിയാം. നമ്മൾ പറയും ഗൂഗിളിൽ എങ്ങനെയാണ്, ഗൂഗിളിൽ ദൈവത്തിനെതിരായിട്ടുള്ളത് എന്ത് വന്നാലും അത് വിശ്വസിക്കും. അത് നമ്മുടെ ഉള്ളിലുള്ള പിശാച് അതിനെ വിശ്വസിപ്പിക്കുക. പക്ഷെ നമ്മൾ ഒരു നിമിഷം നമ്മൾ പിശാചിനെ മാറ്റി നിർത്തി ദൈവമുണ്ട്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച്, അല്ലെങ്കിൽ ബൈബിളുണ്ട്, അല്ലെങ്കിൽ അതൊരു പ്രൂഫ്. എപ്പോൾ വേണമെങ്കിൽ ഇത് കാണണം. ഒരു ബൈബിൾ ഒരു ഒറ്റ തുറക്കൽ തുറന്ന് എന്തെങ്കിലും വായിച്ചു നോക്കിയാൽ ദൈവം നിങ്ങളെ കാണുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് അതിൽ തന്നെ പ്രൂഫ് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബൈബിൾ ഉണ്ടാക്കിയേക്കുന്ന രീതി അങ്ങനെയാണ്. എവിടെ എന്ത് വായിച്ചാലും അത് നമ്മുടെ ജീവിതമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് അത് മനുഷ്യനെ എഴുതിയതല്ല, ദൈവത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഈ മനുഷ്യനെ ഇനിയിപ്പോൾ ദൈവം ഇങ്ങനെ ഇപ്പോൾ വെറുതെ ഫ്രീ ആയിട്ട് വിട്ടേക്കണത് അതുകൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. ഫ്രീ ആക്കി വിട്ടത് കൊണ്ട് നമ്മൾ ലൈക്ക് ആളവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ആരൊക്കെ അന്ന് എന്നെ വിശ്വസിക്കും. ലൈക്ക് ഇത്രയ്ക്കും സത്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ കാണാണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി മണ്ടത്തരം എന്ന് പറയും. നമ്മൾ പിശാചിൻ്റെ സുഖങ്ങളിൽ പെട്ട് ഇങ്ങനെ ഈ ദൈവത്തിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റിയൽ മണ്ടത്തരം. മനസ്സിലായി? അപ്പോൾ ദൈവത്തിനെ കാണാൻ നല്ല രീതിയിൽ ജീവിക്കുക, കുർബാന സ്വീകരിക്കണം, എന്നാൽ മാത്രം സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതാണ് ഈശോൻ്റെ കഥ ഈ പുതിയ നിയമത്തിൽ പറയുന്നത്. ഈശോ വന്ന് ജീവിച്ച് നമുക്ക് വേണ്ടി മരിക്കുക. എങ്ങനെ മരിക്കണേ? കുരിശിൽ ആണി അടിച്ച് വെച്ചിട്ടാണ് ഈശോ മരിക്കണേ. അപ്പോൾ ആ കഥയ്ക്ക് ഒരു അർത്ഥമുണ്ട്. ഫസ്റ്റത്തെ പാപം എന്നിട്ടാ ഹവ്വ ആ പഴം പൊട്ടിച്ച് തിന്നു. മരത്തുമെന്നാണ് ആദ്യം തുടങ്ങുക. അതേ മരത്തുമ്മ ഈശോനെ ആണ്ടി അടിച്ച് തറച്ച് വയ്ക്കണേ, മുൾക്കിരീടം വയ്ക്കുന്നുണ്ട്, അങ്ങനെ പലത്. അതൊക്കെ ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ കുറേ സീക്രട്ടുകളുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഷോർട്ടുകളായിട്ട് ഇൻസ്റ്റയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നൈസ് പടച്ച് ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ചിടാം. അതിപ്പോൾ ഞാൻ ഇടണത് മാത്രമല്ല, അത് ഞാൻ ഇങ്ങനെ ഇടണതിന് കാരണം ഇപ്പം നിങ്ങളുടെ ചിന്തകൾ പല റീലുകൾ, ഇപ്പോൾ ഓരോരുത്തർ കാണുന്ന റീൽ ഒരു ബന്ധമില്ലാണ്ട് അത് ഇതും തെറിയും തേങ്ങയും മാങ്ങയും ഒക്കത്തിലേക്കും പോവാം. അല്ലാണ്ട് ഒരു റിയൽ ക്വാളിറ്റി കണ്ടന്റ് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ദൈവത്തിനെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ റിയൽ ഭൂമിനെ കുറിച്ചുള്ളത് അന്ധവിശ്വാസം പോലെ നിങ്ങൾക്ക് തോന്നായിരിക്കാം, പക്ഷെ അതാണ് സത്യം. ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ അവരത് പറയണോ, അല്ലെങ്കിൽ അത്രയ്ക്ക് അത് ഫ്ലാറ്റ് എർത്ത് പീപ്പിൾ അത് അങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിലൊരു സത്യമുണ്ട്. അത് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവത്തിലേക്ക് വരണം. അപ്പോൾ പിന്നീട് നമുക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഭവം, ദൈവം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടിയാൽ പിന്നെ നമ്മൾ ബൈബിളിനെ വിശ്വസിക്കും. ആ ബൈബിളിൽ പറയുന്നതൊക്കെ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൻ്റെ കള്ളങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതിന് വെച്ചത്. അപ്പോൾ ഈ ഈശോനെ പറ്റിയുള്ള അത് അങ്ങനെ ഈശോ മരിച്ച് സ്വർഗത്തിലേക്ക് പോയി. അപ്പം പിന്നെ ഈശോയായി. അപ്പോൾ ആ ഒരു ടൈം പീരീഡിലുള്ള ഇപ്പം മനുഷ്യനായി ജീവിച്ച് നമുക്ക് കാട്ടി തന്നു പോവാ. ആ ഒരു കാലഘട്ടത്തിൽ അത് ദൈവം തന്നെയാണ് ഇവിടെ വന്നേക്കണേന്ന് പറയുന്നത്. ഈശോവും ദൈവവും ഒന്നാന്ന് പറയും. പക്ഷെ മനുഷ്യനായി ജീവിച്ചിരുന്ന ടൈമിൽ വെറും മനുഷ്യനായിരുന്നു. എന്നിട്ടാണ് ഈ അത്ഭുതം ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈശോ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾക്കും അങ്ങനെ പറ്റും. സാധാരണ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഈശോ. നമുക്കും അങ്ങനെ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ കാറ്റിനെ കൺട്രോൾ ചെയ്യാം, മൃഗങ്ങളെ ഇത് ചെയ്യാം, എല്ലാ ശക്തിയും ദൈവം. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള അങ്ങനെ ഒരു നമുക്ക് പറ്റുമെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം പിശാച് നമ്മൾ അത്രയും ബ്രെയിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മളങ്ങനെ പൊട്ടന്മാരാക്കി നിർത്തിയോ. മനുഷ്യന്മാരൊരു കഴിവില്ലാത്ത പോലെ ആക്കി വെച്ചു. അപ്പം ദൈവത്തിൽ വിശ്വസിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല. ഒരു കടുകുമണി വിശ്വാസം ഉണ്ടെങ്കിൽ മലയുടെ അടുത്ത് പോകാൻ പറഞ്ഞാൽ മാറിപ്പോകാൻ അത് അവിടുന്ന് പോകുമെന്ന് പറഞ്ഞാൽ അതുപോലും ഇല്ല നമ്മുടെ ഉള്ളിൽ. അപ്പോൾ റിയൽ ഹ്യൂമൻ ഒരു പവർ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അതിന് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പോൾ ഇതിപ്പോൾ മലമറയ്ക്കാനോ ഇതിനൊന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തിൽ വിശ്വസിക്കാം. അപ്പോൾ ഇത് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന രീതികൾ അപ്പോൾ പല രീതികളുണ്ട്. ഇപ്പോൾ ഞാൻ പല മതങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഈശോ മാത്രമാണ് വഴി, അത് ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയില്ല. ഈശോ മാത്രമാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുത്ത് ഒരാളെത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈശോനെ സ്വീകരിക്കണം, അത് മാത്രമുള്ള വഴി. അതാണ് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോകൾ മൊത്തം ഇടുന്നത്. അപ്പോൾ അത് പറയാനായിട്ട് മുന്നേ എങ്ങനെയാണ് ഈ പിശാച് ഇവിടെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. ആ വീഡിയോയിൽ ഇങ്ങനെ പല മതങ്ങളെ കുറിച്ച് ഞാൻ പറയും. എല്ലാ മതത്തിനും ഞാൻ കളിയാക്കാന്നല്ല, അതിലും ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം
തെറ്റി, അത്രേ ഉള്ളൂ. അവർക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്തണം എന്നുള്ളൊരു ലക്ഷ്യം അവർ തെറ്റി. അത് തെറ്റി എന്നല്ല, അവരുടെ മതത്തിൽ പറയണതൊക്കെ ശരിയാവുമായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഈശോനെ സ്വീകരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈശോനെ ഭൂമിയിലേക്ക് വിട്ടിങ്ങനെ ഈ കണ്ട വേദനകൾ ഇതൊക്കെ ആളനുഭവിച്ച് നമുക്ക് വേണ്ടി മരിച്ച് പോയത്. അപ്പോൾ ഇനി നമ്മൾ ആളുടെ അടുത്തെത്താൻ, ദൈവത്തിൻ്റെ അടുത്തെത്താൻ നോക്കണം. ഈ സാത്താനെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്താൻ നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് വീഡിയോ ഉണ്ടാക്കണം. ഒരാളെനിക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കി സ്വർഗത്തിലെത്തിക്കാൻ പറ്റും. അതിന് എനിക്ക് കിട്ടുന്ന ഒരു പുണ്യം, അത് റൊണാൾഡോനെക്കാട്ടും വലിയ ഫാൻ ബേസ് എനിക്കുണ്ട്. ഇപ്പോൾ റൊണാൾഡോയ്ക്ക് 100,000 മില്യൺ ഫോളോവേഴ്സ് അതൊരിക്കലും ഉണ്ടാവുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതൊക്കെ ഇത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ ഫോളോവേഴ്സിൻ്റെ കാര്യം ഇതൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് വേറെ കേസ്. ഇങ്ങനെ ഐഡിയൽ വർഷിപ്പ് കാര്യം അതൊക്കെ പിന്നീട് പറയാം. എന്നാലും എല്ലാത്തിനും ഒരു ക്ലൂ പോലെയാണ് ദൈവം ഈ ബൈബിളിൽ എഴുതി വെച്ചിരിക്കണം. അത് നമ്മൾ തിരയണം. അതിന് നമ്മൾ പല യൂട്യൂബിൽ അല്ല ഇൻസ്റ്റയിൽ നമ്മൾ ദൈവത്തിൻ്റെ വീഡിയോകൾ പറയണവരെ കുറിച്ചും അതിൻ്റെ സത്യങ്ങൾ പറയണെ കുറിച്ചും അതൊക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ കയറ്റിയിടാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ വീഡിയോ കാണാം. ബോറടിക്കാത്ത രീതിയിൽ മാക്സിമം ഞാൻ പറയാൻ നോക്കുന്നുണ്ട്. ബോറടിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നേരിട്ട് വന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരുന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഇങ്ങോട്ട് ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ എനിക്ക് കിട്ടണില്ല. അപ്പോൾ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ലൈക്ക് ഭയങ്കര ഇതായിട്ട് ഉള്ളിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ രീതിയിലേക്ക് എൻ്റെ ചിന്തകളിലൂടെ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ എൻ്റെ പറയാൻ ഉദ്ദേശിച്ചതും മറന്നു പോകുന്നു. അത്ര പെരുത്ത് തോട്ടുകൾ ഇങ്ങനെ വരാം. അതായത് ഈ വീഡിയോ ഉണ്ടാക്കിയത് ഞാൻ ബൈബിളിനെ കുറിച്ച് പറയാം. ഇതെങ്ങനെയാണ് ബൈബിൾ. ഇനി ഇതിൽ കുറേ സത്യങ്ങളും ഭംഗിയേറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പല പല ഭാഗത്തായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈശോനെ കണ്ടുപിടിക്കുക, ഈശോയിലേക്ക് പോവുക, കുർബാന സ്വീകരിക്കുക, അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നോക്കാം. ശരി, അപ്പോൾ ടാറ്റ.